+2 സയൻസ് CBSE വിദ്യാർത്ഥികൾക്ക് മാത്സ് ഇനിയൊരു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. ഇതാ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൊല്യൂഷൻസും, എല്ലാ സംശയങ്ങളുടെയും എല്ലാ പ്രശ്നങ്ങളുടെയും സൊല്യൂഷൻസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നു. ഇറ്റ്സ് മീ നബീൽ. വെൽക്കം ടു O3 മാത്സ്. O3 മാത്സിൻ്റെ 90+ നെറ്റ്വർക്കിലേക്ക് എല്ലാവരെയും, എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. എന്താണ് ഇവിടെ 90+ നെറ്റ്വർക്ക്? വരുന്ന 2026 ബോർഡ് എക്സാമിന് അല്ലെങ്കിൽ പബ്ലിക് എക്സാമിന് നമ്മൾ സ്കോർ ചെയ്യാൻ പോകുന്ന മാർക്കാണ് 90+ എന്നുള്ളത്. ഔട്ട് ഓഫ് 100ൽ നമ്മൾ സ്കോർ ചെയ്യാൻ പോകുന്നതാണ് 90+ അല്ലെങ്കിൽ 90% എബോവ് മാർക്ക്. ഓക്കെ, അത് എങ്ങനെ സ്കോർ ചെയ്യാം? നമ്മൾ ഇപ്പോൾ തന്നെ നല്ലൊരു പ്ലാനിൽ, അതിമികച്ച പ്ലാനിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 100% തന്നെ നമുക്ക് സ്കോർ ചെയ്യാം. +2 ക്ലാസ്സിൽ നമ്മൾ 90+ അല്ലെങ്കിൽ 100% മാത്രം സ്കോർ ചെയ്താൽ പോരാ. ഇതുമായിട്ട് നമ്മൾ എയിം ചെയ്യുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിന്, കോമ്പറ്റേറ്റീവ് എക്സാമിന് ഏറ്റവും ഹയസ്റ്റ് റാങ്കിൽ എത്തുക എന്നുള്ളതുമാണ് നമ്മുടെ മറ്റൊരു ലക്ഷ്യം. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ ആയിട്ട് ഞാൻ നിങ്ങൾക്കായിട്ട് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നു എ കംപ്ലീറ്റ് വീഡിയോ സൊല്യൂഷൻ. ഓക്കെ, ഒരു ഓൺലൈൻ കോഴ്സ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ? ഒന്നുമില്ല, അബ്സല്യൂട്ട്ലി ഇറ്റ്സ് ഫ്രീ. ഓക്കെ, ഇത് ടോട്ടൽ ഫ്രീ ആണ്. ഓക്കെ, ഒരു പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെ അവൈലബിൾ ആണ്? കംപ്ലീറ്റ് വീഡിയോ സൊല്യൂഷൻസ്, വീഡിയോ ക്ലാസ്സസ് അവൈലബിൾ ആണ്. നമുക്ക് അത്യാവശ്യമായിട്ട് ആവശ്യമുള്ള സ്റ്റഡി മെറ്റീരിയൽസ്, അതുപോലെ തന്നെ ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും അവൈലബിൾ ആണ്. പ്രധാനമായും ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു ഗിഫ്റ്റായിട്ട് ഞാൻ നൽകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 3 കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് നമുക്ക് ടോട്ടൽ കോൺസെപ്റ്റ്, ഇതിൻ്റെ NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ ടോട്ടൽ കോൺസെപ്റ്റ് എന്താണ്, ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും എന്താണ് അതിൻ്റെ ഉള്ളിലുള്ള ഒരു കാമ്പ്, അല്ലേ, ഒരു മരുന്ന്. ആ മരുന്ന് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്കായിട്ട് വളരെ വ്യക്തമായിട്ട് നിങ്ങളെ വ്യത്യസ്തമായിട്ടുള്ള ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരും. അതുപോലെ തന്നെ ഓരോ എക്സസൈസ്, ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും എല്ലാ എക്സസൈസിൻ്റെയും കംപ്ലീറ്റ് സൊല്യൂഷൻസ് വീഡിയോ ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ചില ചാപ്റ്റേഴ്സിൽ നമുക്ക് ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്, നമ്മൾ ബേസിക് പഠിച്ച ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ഈ ഒരു നെറ്റ്വർക്കിൽ 90+ നെറ്റ്വർക്കിൽ നിങ്ങൾക്ക് കിട്ടും. വീഡിയോ ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. ആദ്യമായിട്ടുള്ളത് NCERT എക്സസൈസ് സൊല്യൂഷൻസ് ആണ്. നമുക്കറിയാം, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് എക്സസൈസ്, മാത്സിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്കിനെ സംബന്ധിച്ച് മറ്റുള്ള സബ്ജക്റ്റുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണെന്ത്? എക്സസൈസ് സൊല്യൂഷൻസ്. എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഒരുപാട് കൂടുതലാണ്. ഓക്കെ, ഈ ഓരോ ക്വസ്റ്റ്യൻ്റെയും സൊല്യൂഷൻസ് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ വളരെ വ്യക്തമാകുന്ന രീതിയിലുള്ള ഒരു സൊല്യൂഷൻ, വീഡിയോ സൊല്യൂഷൻ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം വഴി തരുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ മൈക്രോ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ +2ൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് വരുന്ന കാൽക്കുലസിലെ ചാപ്റ്ററാണ് ഇൻ്റഗ്രേഷൻ, ഡിഫറൻഷിയേഷൻ, ഇക്വേഷൻസ്. ഇതിൻ്റെയൊക്കെ മൈക്രോ ക്ലാസ്സുകൾ നമുക്ക് എങ്ങനെ അതൊരു 1 അവറിൽ 1.5 അവറിൽ നമുക്ക് ഇതിനെ പഠിച്ചെടുക്കാം, മനസ്സിലാക്കിയെടുക്കുക എന്ന് തുടങ്ങിയിട്ടുള്ള മൈക്രോ ക്ലാസ്സുകൾ, ഇതിൻ്റെ വീഡിയോസ് നമുക്ക് ഇതിൽ ഈ ഒരു നെറ്റ്വർക്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒന്നാണ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്. ഓക്കെ, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, ഇത് ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് നമ്മളെ ഈ ഒരു നെറ്റ്വർക്കിൽ നിങ്ങൾക്ക് എന്താണ്? അബ്സല്യൂട്ട്ലി ഫ്രീ. ഓക്കെ, നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക്, നമുക്ക് NCERT ടെക്സ്റ്റ് ബുക്കിനെ എങ്ങനെ പരിചയപ്പെടാം? NCERT എങ്ങനെ നമുക്ക് NCERTയെ മെരുക്കിയെടുക്കാം? നമ്മുടെ ഇച്ഛക്കനുസരിച്ച് NCERTനെ മെരുക്കിയെടുക്കണം. അതല്ല, NCERTക്കുള്ളിലേക്ക് നിങ്ങൾ ഒതുങ്ങിക്കൂടുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ ഒരു 90+ എന്നുള്ള ഈ ഒരു ഹൈ സ്കോറിലേക്ക് നമുക്ക് ഒരിക്കലും എത്തിപ്പെടാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഒരാളെ അറിഞ്ഞ് കളിക്കണം എന്ന് പറയില്ലേ? NCERTയെ നമുക്ക് അറിഞ്ഞ് കളിക്കാം. എന്താണ് NCERT? നമുക്ക് NCERTയിലുള്ള ഓരോ ക്വസ്റ്റ്യൻസ് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? NCERTയിലുള്ള ഒരു പോയിന്റ് പോലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് CBSE സ്റ്റുഡൻസ്, അവർക്ക് NCERTയിലുള്ള ഒരു സിംഗിൾ ലൈനിൽ നിന്നാണ് എന്ത് വരിക? ക്വസ്റ്റ്യൻസ് വരിക. നമ്മൾ സ്റ്റേറ്റ് സിലബസിലും ഇതുപോലെ പലപ്പോഴായിട്ട് നമുക്ക് സ്റ്റേറ്റ് സിലബസ് SCERTയിലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതല്ല, നമ്മളൊരു എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടാണ്, നമുക്ക് എന്തായാലും ഒരു എൻട്രൻസ് ക്രാക്ക് ചെയ്യണം ഈ ഒരു +2 കഴിയുന്നതോടുകൂടി. ഇതിനൊക്കെ എല്ലാ എൻട്രൻസ് എക്സാമുകളുടെയും ഏറ്റവും ബേസിക് സിലബസ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? NCERT ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. അപ്പോൾ അതൊരിക്കലും നമുക്ക് അതിൽ നിന്നൊരു പുള്ളി തെറ്റാതെ, ഒരാളെയും ഒഴിച്ചു വിടാതെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അതിന് NCERTയിൽ നമുക്ക് മാത്സിൽ തന്നിട്ടുള്ള ഓരോ എക്സസൈസ് ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് അടിപൊളിയായിട്ട് ചെയ്ത് പഠിക്കണം. അതുപോലെ തന്നെ മാത്സിൻ്റെ ഒരു പ്രത്യേകത, ഇത് നമുക്ക് വായിച്ച് പഠിച്ചാലോ അല്ലെങ്കിൽ ഒരുപാട് ബൈഹാർട്ട് ചെയ്താലോ ഒന്നും പ്രോബ്ലം മനസ്സിലാവില്ല. പ്രോബ്ലത്തിൻ്റെ അത് സൊല്യൂഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മളൊരു സ്കില്ല് ജനറേറ്റ് ചെയ്യണം, അല്ലേ? എങ്ങനെ സ്കില്ല് ഉണ്ടാവും? നമ്മൾ പ്രോബ്ലംസ് എടുത്തിട്ട് ബൈ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഏറ്റവും അടിപൊളിയായിട്ട് ഒരു സ്കില്ല് ഉണ്ടാക്കും. അതിനുള്ള എല്ലാ അടവുകളും ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. NCERTന്റെ അകത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്കിപ്പോൾ +2 മാത്സിൽ ടോട്ടൽ 13 ചാപ്റ്റേഴ്സ് ആണുള്ളത്, അല്ലേ? അതിൽ നമുക്കൊരു ചാപ്റ്റർ എടുക്കാം. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും
അതിന്റെ ഒരു എന്താ പറയുക ഫോർമാറ്റ് ഒക്കെ സെയിം ആണ് അല്ലെ, ഫോർമാറ്റ് സെയിം ആണ്. എങ്ങനെയാണ് ഒരു ചാപ്റ്റർ നമുക്ക് ഇതിലുള്ളത്? ഇതിൽ 3 ആയിട്ട് നമുക്കൊരു ചാപ്റ്ററിൽ അതിനെ ഡിവൈഡ് ചെയ്യാം. ഒന്ന് അതിന്റെ കോൺസെപ്റ്റ് ആണ്, മറ്റൊന്ന് അതിൽ വരുന്ന എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, ദെൻ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ഫസ്റ്റ് ഒരു ടോപ്പിക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ടോപ്പിക്കിൽ പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് എ ടു സെറ്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആ ഒരു കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ് അതിന്റെ താഴെ വരുന്ന എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, ആ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കൂടുതൽ വെറൈറ്റീസ് ആണ് അതിന്റെ നേരെ താഴെ വരുന്ന എക്സസൈസ് ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവുക. ഓക്കെ, ഈ എക്സസൈസും എക്സാമ്പിളും അതുപോലെ തന്നെ ഇതിന്റെ കോൺസെപ്റ്റ് ഓക്കെ ആണ് എങ്കിൽ നിങ്ങൾ 80%, 85% നിങ്ങൾ ആ ചാപ്റ്റർ അച്ചീവ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, നമ്മളെ വിജയത്തിലേക്ക് അച്ചീവ് ചെയ്തു എന്നുള്ളതാണ് അതിന്റെ സൂചന. ക്ലിയർ ആയോ? അപ്പോഴേ നമ്മൾ എന്ത് പറയുള്ളൂ, ഈ ഒരു ചാപ്റ്റർ ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളത് പറയുള്ളൂ. ഓക്കെ, അതല്ല നമ്മൾ 1-2 എക്സാമ്പിൾ ക്വസ്റ്റ്യൻ എടുക്കുക, 2-3 എക്സസൈസ് ക്വസ്റ്റ്യൻസ് എടുക്കുക, ബാക്കിയൊക്കെ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാത്സ് ഒരുപാട് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് മറ്റുള്ള ആളുകളോട് നമ്മൾ പറഞ്ഞു നടക്കേണ്ടി വരും. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞ് ടെക്സ്റ്റ് ബുക്കിലുള്ള അവസാനത്തെ ഒരു കാറ്റഗറിയാണ് നമ്മുടെ ചാപ്റ്ററിലുള്ള ഏതാണ് മിസലേനിയസ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. മിസലേനിയസ് എക്സാമ്പിൾസ് ഉണ്ട്, അതുപോലെ തന്നെ മിസലേനിയസ് എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ CBSE സ്റ്റുഡൻസിനൊക്കെ പ്രത്യേകിച്ച് അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ ബേസ് ചെയ്ത് നമ്മൾ പഠിക്കുന്ന ആളുകളാണെങ്കിൽ ഇതൊരിക്കലും ഒഴിച്ചുവിടാൻ പാടില്ല. മിസലേനിയസ് ക്വസ്റ്റ്യൻസും മിസലേനിയസ് എക്സാമ്പിൾ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഒരിക്കലും ഒഴിച്ചുവിടാൻ പാടില്ല. ഇത് കഴിഞ്ഞതിന്റെ ശേഷം മാത്രമേ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് തിരിഞ്ഞു പോകാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ഇയറിൽ നമ്മൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ കവർ ചെയ്ത് അടിപൊളിയായിട്ട് പഠിച്ചതിന്റെ ശേഷം മാത്രം എന്ത് ചെയ്യുക, നമുക്ക് ആ ചാപ്റ്ററിന്റെ പ്രീവിയസ് അപ്പോൾ ഒരുപാട് സമയം നിങ്ങൾ തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. നമുക്കൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇന്ന് തന്നെ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഒരുപാട് സമയം നമുക്ക് എന്ത് ചെയ്യണം, മാത്സ് മാത്രം പഠിച്ചാൽ പോരാ, ബാക്കിയുള്ള സബ്ജക്റ്റ് ഒക്കെ അടിപൊളിയായിട്ട് കവർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്ലാനിൽ ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, NCERT 13 ചാപ്റ്റർ അടിപൊളിയായിട്ട് നമ്മൾ കവർ ചെയ്യാൻ പോവാണ്. അതിന് നമ്മളെ മുന്നിലുള്ള മിഷൻ, നമ്മൾ ആദ്യം ഒരു മിഷൻ സെറ്റ് ചെയ്യാം. ഓക്കെ, 3 ആയിട്ട് നമുക്ക് ഈ ഒരു ഇയറിനെ ഡിവൈഡ് ചെയ്യാം. ആദ്യം നമുക്ക് ഇതിന്റെ NCERT കംപ്ലീറ്റ് തറോ ആക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഫൗണ്ടേഷൻ ഫേസ് ആണ് അല്ലെ, അതിന് നമുക്ക് കുറച്ച് കൂടുതൽ സമയം എടുക്കും ഫൗണ്ടേഷൻ ക്ലിയർ. കാരണം 13 ചാപ്റ്റർ ഒരു ഓവറോൾ കോൺസെപ്റ്റ് എന്താണ്, ഇമ്പോർട്ടന്റ് ടോപ്പിക്, ഇമ്പോർട്ടന്റ് ഇക്വേഷൻസ്, അതിൽ വരുന്ന പ്രീവിയസ് റെഗുലർ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ വരുന്ന ഒരു ടോട്ടൽ ഒരു സ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നതാണ് അതിന്റെ ഫൗണ്ടേഷൻ ഫേസിൽ വരുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പ്രാക്ടീസ് ഫേസിലേക്കാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്ത് അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്യുക, 1 by 1 ആയിട്ട് കൂടുതൽ സമയം ചെലവഴിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അതാണ് രണ്ടാമത്തെ ഫേസ്. ആ രണ്ടാമത്തെ ഫേസ് കഴിയുന്നതോടുകൂടി ഏകദേശം നമ്മുടെ എക്സാമിലേക്ക് അടുക്കും. ഓക്കെ, 2026 ജനുവരി ഏകദേശം ആ സമയത്തോട് കഴിയും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുന്നിലുള്ളത് അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് ആയിട്ടുള്ള റിവിഷൻ ആൻഡ് എക്സാം പ്രിപ്പറേഷൻ ഫേസ് ആണ്. ഓക്കെ, റിവിഷനും എക്സാം പ്രിപ്പറേഷൻ, ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ, കൂടുതൽ ക്വസ്റ്റ്യൻസ്, നമ്മുടെ ടെക്സ്റ്റിന് പുറമേ ഉള്ള കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇത്തരം കാര്യങ്ങളൊക്കെ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഇത് നമ്മളെ NCERTന്റെ 100% കവർ ചെയ്യുന്നതോടൊപ്പം നമുക്ക് ബൈ 1 get 2 എന്നുള്ളൊരു ഓഫർ കിട്ടും. അതായത് NCERT ഇങ്ങനെ പഠിക്കുന്നതോടുകൂടി നമുക്ക് എന്തും കൂടി കിട്ടും, ഏതെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നമുക്ക് ഇതിന്റെ കൂടെ ക്രാക്ക് ചെയ്യാൻ വളരെ അടിപൊളിയായിട്ട് കഴിയും. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഇതിന്റെ എല്ലാത്തിന്റെയും സിലബസ് എന്ത് തന്നെയാണ്, ഈ NCERT ആണ് സിലബസ് ആണ് വരുന്നത്. NCERT ബേസ് മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള NDA എക്സാം ആവട്ടെ, കീം എക്സാം ആവട്ടെ, JEE ആവട്ടെ, ഏത് എക്സാം ആണെങ്കിലും അതിന്റെ ഒക്കെ സിലബസ് വരുന്നത് എന്താണ്, NCERT സിലബസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു NCERT ആണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടത്, ബോർഡ് എക്സാമിനായാലും കോമ്പറ്റേറ്റീവ് എക്സാമിനായാലും നമ്മൾ ആദ്യം നമ്മൾ മെനക്കെടേണ്ടത് എന്തിനാണ്, ഈ NCERT കവർ ചെയ്യുക എന്നുള്ള ഈ ഒരു എയിം വെച്ചിട്ട് മാത്രമാണ്. ഓക്കെ, അത് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ പോലെ ബോർഡ് എക്സാമും കിട്ടും, അതുപോലെ തന്നെ നമുക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാമും ക്രാക്ക് ചെയ്യാൻ കഴിയും. ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളൊന്നും ചെയ്യേണ്ട, നിങ്ങൾ ജസ്റ്റ് എന്നെ ഒന്ന് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, നമ്മുടെ വീഡിയോസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് കട്ട്സ്, അതുപോലെ തന്നെ മൈക്രോ ലെസൺസ്, ഇങ്ങനത്തെ സൊല്യൂഷൻ വീഡിയോസ്, ഇതെല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ഇന്ന് മുതൽ തന്നെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ആ ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേഷൻസും, നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ട്, മാത്സുമായി ബന്ധപ്പെട്ട്, മറ്റു കാര്യങ്ങൾ, നമ്മുടെ ക്ലാസ്സുമായി എല്ലാ അപ്ഡേഷൻസും നിങ്ങൾക്ക് നമ്മളെ ഇൻസ്റ്റാ പേജിൽ അപ്ഡേഷൻസ് അവൈലബിൾ ആണ്. അതും എന്ത് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യുക. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കുറച്ച് സ്റ്റഡി മെറ്റീരിയൽസ്, കാര്യങ്ങൾ, മറ്റൊരു സംശയങ്ങൾ ഒക്കെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ്, നമ്മുടെ NCERT ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കോൺസെപ്റ്റിൽ മറ്റുള്ള ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ഒരു വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, ഞാനുണ്ട് കൂടെ. ഓക്കെ, ഇത് ഞാൻ എൻ്റെ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പറയുകയാണ്, ഇത് ആബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ഇന്ന് വരെ ആരും ചിലപ്പോൾ ഈ ഒരു കടുങ്കൈക്ക് മുതിർന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് തികച്ചും നിങ്ങൾക്ക് എന്താണ്, ഫ്രീ ആയിട്ട് ഒരു പ്ലാറ്റ്ഫോമിൽ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഈ ഒരു ഇയറിൽ 2025 ബോർഡ് എക്സാമിന് 90+ നെറ്റ്വർക്കിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം അല്ലേ, O3 മാത്സിൻ്റെ കൂടെ 2026 ബോർഡ് പബ്ലിക് എക്സാമിന് നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും. എക്സാം എഴുതാനല്ല, എക്സാമിൻ്റെ തലേ ദിവസം വരെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള
എല്ലാ നിർദ്ദേശങ്ങളും എല്ലാ പ്രോബ്ലംസും നിങ്ങൾക്ക് ഏറ്റവും ഈസിയായി നിങ്ങളിലേക്ക് എത്തിക്കാൻ O3 മാത്സിൻ്റെ കൂടെ ഞാനും ഉണ്ടാവും. ഇറ്റ്സ് മീ നബീൽ.